ഹായ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ബേക്കറി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെറൈറ്റീസ് ഓഫ് കുറേ ലേസസും ബിങ്കോയൊക്കെ കണ്ടു കേട്ടോ. നോർമലി നമ്മൾ കാണുന്നതല്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഉള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഓരോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യുന്നത് ഇതെന്താണിത്, തന്തൂരി ചിക്കൻ ടിക്ക സംഭവം. അതാണ് ആ ഒരു ലേസാണ്. സോ ഇത് വന്നിട്ട് പ്രോൺസ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിലൊരു ചില്ലി ഗാർലിക് പ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇത് തന്നെ ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെയൊരു സംഭവം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് തന്നെ അങ്ങ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ആ ഒരു പിക്ചറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി, ഭയങ്കര നല്ല എരിവൊക്കെ ഉള്ള, ഞാൻ ഭയങ്കര സ്പൈസി ഒക്കെ ആവും എന്നൊക്കെ വിചാരിച്ചാണ് പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു കൈൻഡ് ഓഫ് നമ്മളൊരു ഉണക്കച്ചെമ്മീനിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ഓഫ് സ്മെൽ അതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 5-6 പ്രാവശ്യം മണപ്പിച്ച് നോക്കുന്നുണ്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തു. കഴിച്ച സമയത്ത് സീരിയസ്ലി എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല. എന്താ പറയുക, ഒരുമാതിരി എന്തോ വെടക്കായ ഒരു സംഭവമൊക്കെ കഴിക്കുന്നതല്ല. അപ്പം ഞാനിതിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഡേറ്റ് കഴിഞ്ഞതാണോ, പക്ഷേ ഡേറ്റൊന്നും കഴിഞ്ഞതല്ല. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഞാൻ അതാ കണ്ടോ ഡേറ്റ് നോക്കുന്നുണ്ടെന്ന്. അപ്പം എന്നാൽ ഞാൻ 1-2 എണ്ണ എടുത്തു കഴിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അടുത്ത ഐറ്റം എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിത് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ അത് ഞാൻ ശ്രീകുട്ടൻ അങ്ങോട്ട് പാഴ്സൽ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. ഇതാണ് നമ്മുടെ തന്തൂരി ചിക്കൻ ടിക്ക. അപ്പം ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ചിക്കൻ ടിക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ വരും എന്നുള്ളൊരു ഫീലിലാണ് ഞാൻ കഴിച്ചത്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ ഒരു ലൈറ്റായിട്ട് നമുക്കൊരു എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ അൽഫാമൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ആ ഒരു സ്മെല്ലാട്ടോ ഇതിനുണ്ടായിരുന്നത്. ഇത് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ ടേസ്റ്റ് അല്ല, ഒരു 7 ഔട്ട് ഓഫ് 10 ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സെയിം ടെക്സ്ചറൊക്കെ ആയിരുന്നു. ഇതിന് പിന്നെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു സാൾട്ടഡ് ചിപ്സാണ്, പൊട്ടറ്റോ ചിപ്സാണ്. അപ്പം ഞാനിത് ഓൾറെഡി നമ്മളൊരു ബിങ്കോ ഇല്ലേ, ബ്ലൂ കളറല്ല, ബ്ലൂ കളർ ബിങ്കോ, നല്ല സോൾട്ട് ഫ്ലേവറുള്ള. അപ്പം ഞാൻ ആ ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ആവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സീരിയസ്ലി പറയാൻ ഇതിനൊരു വികാരവും ഇല്ല, ഒരു എരിവും ഇല്ല, ഒരു ഉപ്പുമില്ല, ഒരു പുളിയില്ല എന്ന് പറഞ്ഞ പോലെ. മീൻസ് ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു വികാരമില്ല. പക്ഷെ ഇതിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വെറൈറ്റീസ് ഓഫ് ലേസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അടുത്ത് ഞാൻ ഏതാ ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു.